മഹാഭാരത യുദ്ധത്തിന്റെ 5-ാം ദിവസം, യുദ്ധത്തിന്റെ തലേ ദിവസം ഭീമൻ തന്റെ സഹോദരങ്ങളെ കൊന്നുവീഴ്ത്തിയതിൽ വൈരാഗ്യപ്പെട്ടുകൊണ്ട് ഭീമനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നു. ആ ആവശ്യം അവൻ ദ്രോണാചാര്യരോട് പറഞ്ഞു. ഹീനവീരപരാക്രമികളായ പാർത്ഥന്മാരെ കൊല്ലുവാൻ തങ്ങൾക്ക് പ്രയാസമാണെന്ന് ദ്രോണരും ഭീഷ്മരും മുറയ്ക്ക് ദുര്യോധനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. പാണ്ഡവരെ കൊല്ലുവാൻ പറ്റിയ വിധം ഭവാൻ ശ്രമിച്ചാലുമെന്ന് ദുര്യോധനൻ വാശിയോടുകൂടി പറയുന്നത് കേട്ട് ദ്രോണർ പാണ്ഡവപ്പടയെ ശൈനേയൻ കണ്ടു നിൽക്കെ തന്നെ ഭേദിച്ചു വിട്ടു. ഉടനെ സാത്യകി ദ്രോണരെ തടുത്തു. അവർ തമ്മിൽ പിന്നെ ഘോരമായ യുദ്ധം അവിടെ അരങ്ങേറി. പോരിൽ സാത്യകി ഭാരദ്വാജനെ, അതായത് ദ്രോണരെ 10 കൂർത്ത അമ്പുകളാൽ എയ്തു. മന്ദഹസിച്ചു നിന്നു. ഉടനെ ഭീമസേനൻ ചൊടിച്ച് അവിടേക്കെത്തി ദ്രോണരെ ഏറ്റു. ശസ്ത്രജ്ഞനായ ദ്രോണരിൽ നിന്ന് ശൈനേയനെ രക്ഷിക്കുവാൻ അദ്ദേഹം അവിടെയെത്തി. ഉടനെ ദ്രോണരും ഭീഷ്മരും ശല്യനും ചേർന്ന് ഭീമനോട് പോരാടി. ഉടനെ ചൊടിച്ച് കാർഷ്ണിയും, അതായത് അഭിമന്യുവും, കൃഷ്ണാപുത്രന്മാരും, അതായത് ദ്രൗപദിയുടെ പുത്രന്മാരും കൂർത്തുമൂർത്ത് ശരങ്ങളെയ്ത് ആ ആയുധധാരികളെ പീഡിപ്പിച്ചു. അങ്ങനെ മഹാഭാരത യുദ്ധത്തിന്റെ 5-ാം ദിവസത്തെ യുദ്ധാരംഭം അതിഭീകരമായി തന്നെ അവിടെ നടന്നു.